അധ്യായം 79 അന്നാസിയാത്ത്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 46. നാസിയാത്ത് എന്നാൽ ഊരിയെടുക്കുന്നവ എന്നർത്ഥം. ഉദ്ദേശ്യം മാലാഖമാരാണ്. അന്നബഅ അധ്യായത്തിനു ശേഷം അവതീർണമായി. അന്ത്യനാളിനെയും പരലോകത്തെയും ഊന്നിപ്പറയുന്നു. പ്രവാചകനെ തള്ളിപ്പറയുന്നതിന്റെ അനന്തരഫലത്തെക്കുറിച്ച് താക്കീത് നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം മൂസാ നബിയുടെയും ഫിർഔന്റെയും ചരിത്രം വളരെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു. പിന്നെ പരലോകത്തെയും അതിന്റെ അനിവാര്യതയെയും തെളിയിച്ച് കാണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുങ്ങിച്ചെന്ന് ഊരിയെടുക്കുന്നവ സത്യം, സൗമ്യമായി പുറത്തേക്കെടുക്കുന്നവ സത്യം, ശക്തിയായി നീന്തുന്നവ സത്യം, എന്നിട്ട് മുന്നോട്ട് കുതിക്കുന്നവ സത്യം, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവ സത്യം. ഘോരസംഭവം പ്രകമ്പനം സൃഷ്ടിക്കും ദിനം. അതിന്റെ പിറകെ മറ്റൊരു പ്രകമ്പനവുമുണ്ടാകും. അന്നു ചില ഹൃദയങ്ങൾ പിടയുന്നവയായിരിക്കും. അവരുടെ കണ്ണുകൾ പേടിച്ചരണ്ടിരിക്കും. അവർ ചോദിക്കുന്നു, ഉറപ്പായും നാം പൂർവാവസ്ഥയിലേക്ക് മടക്കപ്പെടുമെന്നോ? നാം നുരുമ്പിയ എല്ലുകളായ ശേഷവും? അവർ ഘോഷിക്കുന്നു, എങ്കിൽ അതൊരു തുലഞ്ഞ തിരിച്ചുപോക്കു തന്നെ. എന്നാൽ അതൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും. അപ്പോഴേക്കും അവർ ഭൂതലത്തിലെത്തിയിരിക്കും. മൂസായുടെ വർത്തമാനം നിനക്ക് വന്നെത്തിയോ? വിശുദ്ധമായ തുവാ താഴ്വരയിൽ വച്ച് തന്റെ നാഥൻ അദ്ദേഹത്തെ വിളിച്ചു കൽപ്പിച്ചതോർക്കുക. നീ ഫിർഔന്റെ അടുത്തേക്ക് പോവുക, അവൻ അതിക്രമിയായിരിക്കുന്നു. എന്നിട്ട് അയാളോട് ചോദിക്കുക, നീ വിശുദ്ധി വരിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ നിന്നെ നിന്റെ നാഥനിലേക്ക് വഴി നടത്താനും അങ്ങനെ നിനക്ക് ദൈവഭക്തനാകാനും. മൂസ അയാൾക്ക് മഹത്തായ ഒരടയാളം കാണിച്ചുകൊടുത്തു. അപ്പോൾ അയാൾ അതിനെ കളവാക്കുകയും ധിക്കരിക്കുകയും ചെയ്തു. പിന്നീട് അയാൾ എതിർശ്രമങ്ങൾക്കായി തിരിഞ്ഞു നടന്നു. അങ്ങനെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി വിളംബരം ചെയ്തു. അവൻ പ്രഖ്യാപിച്ചു, ഞാനാണ് നിങ്ങളുടെ പരമോന്നത നാഥൻ. അപ്പോൾ അല്ലാഹു അവനെ പിടികൂടി, മറുലോകത്തെയും ഈ ലോകത്തെയും ശിക്ഷയ്ക്കിരയാക്കാൻ. നിശ്ചയമായും ദൈവഭയമുള്ളവർക്ക് ഇതിൽ ഗുണപാഠമുണ്ട്. നിങ്ങളെ സൃഷ്ടിക്കുന്നതോ ആകാശത്തെ സൃഷ്ടിക്കുന്നതോ ഏതാണ് കൂടുതൽ പ്രയാസകരം? അവൻ അതുണ്ടാക്കി. അതിന്റെ വിധാനം ഉയർത്തുകയും അങ്ങനെ അതിനെ കുറ്റമറ്റതാക്കുകയും ചെയ്തു. അതിലെ രാവിനെ അവൻ ഇരുളുള്ളതാക്കി, പകലിനെ ഇരുളിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തു. അതിനുശേഷം ഭൂമിയെ വിസ്തൃതമാക്കി. ഭൂമിയിൽ നിന്ന് അതിന്റെ വെള്ളവും സസ്യങ്ങളും പുറത്തുകൊണ്ടുവന്നു. മലകളെ ഉറപ്പിച്ചു നിർത്തി. നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും വിഭവമായി. എന്നാൽ ആ ഘോരവിപത്ത് വന്നെത്തിയാൽ മനുഷ്യൻ താൻ പ്രയത്നിച്ചു നേടിയതിനെക്കുറിച്ചോർക്കുന്ന ദിനം, കാഴ്ചക്കാർക്കായി നരകം വെളിപ്പെടുത്തും നാൾ. അപ്പോൾ ആർ അതിക്രമം കാണിക്കുകയും ഈ ലോകജീവിതത്തിന് അളവറ്റ പ്രാധാന്യം നൽകുകയും ചെയ്തുവോ, അവന്റെ സങ്കേതം കത്തിക്കാളുന്ന നരകത്തീയാണ് തീർച്ച. എന്നാൽ ആർ തന്റെ നാഥന്റെ പദവിയെ പേടിക്കുകയും ആത്മാവിനെ ശാരീരികേച്ഛകളിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ, ഉറപ്പായും അവന്റെ മടക്കസ്ഥാനം സ്വർഗമാണ്. ആ അന്ത്യസമയത്തെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, അതെപ്പോഴാണുണ്ടാവുക എന്ന്. നീ അതേക്കുറിച്ച് എന്തു പറയാനാണ്? അതേക്കുറിച്ച് അന്തിമമായ അറിവ് നിന്റെ നാഥങ്കൽ മാത്രമത്രേ.
നീ അതിനെ ഭയക്കുന്നവർക്കുള്ള താക്കീതുകാരൻ മാത്രം. അതിനെ അവർ കാണും നാൾ ഇവിടെ ഒരു സായാഹ്നമോ പ്രഭാതമോ അല്ലാതെ താമസിച്ചിട്ടില്ലെന്ന് അവർക്ക് തോന്നിപ്പോകും.